നമസ്കാരം, എ ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഐ ടി ഭീമനായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അഥവാ TCS തങ്ങൾ 2026 സാമ്പത്തിക വർഷത്തിലെ 4ാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ലാഭത്തിലും വരുമാനത്തിലും മികച്ച വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ അറിയേണ്ടത്, ഈ ഓഹരി ഇപ്പോൾ വാങ്ങുന്നത് ലാഭകരമാണോ? അനലിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമുക്ക് വിശദമായി നോക്കാം. ആദ്യമായി പ്രധാന കണക്കുകളിലേക്ക് വരാം. ഈ പാദത്തിൽ TCS 13,718 കോടി രൂപയുടെ ലാഭമാണ് നേടിയത്. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 12% വർധനവ്. വരുമാനത്തിന്റെ കാര്യമെടുത്താൽ 9.6% വളർച്ചയോടെ 70,698 കോടി രൂപയിൽ എത്തിയിട്ടുണ്ട്. IT മേഖലയിലെ മാന്ദ്യത്തിനിടയിലും TCS മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മുഴുവൻ സാമ്പത്തിക വർഷത്തിൽ അതായത് FY26 TCSന്റെ ലാഭം 1.4% വർദ്ധിച്ച് 49,210 കോടി രൂപയായിട്ടുണ്ട്. പ്രവർത്തന ലാഭവിഹിതം 25%മായും ഉയർന്നു. ഇത് കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. കോസ്റ്റൽ ക്ലൗഡ്, ലിസ്റ്റ് എൻഗേജ് എന്നീ കമ്പനികളെ ഏറ്റെടുത്തതും ഹൈപ്പർ വാൾട്ട് സ്ഥാപിച്ചതും ഈ വർഷത്തെ പ്രധാന നിക്ഷേപങ്ങളാണെന്ന് CFO സമീർ സെക്സാരിയ പറഞ്ഞു. TCSന്റെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ പ്രധാനമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഈ പാദത്തിൽ മാത്രം $12 ബില്യൺ കരാറുകളാണ് കമ്പനി നേടിയത്. OpenAI, AMD തുടങ്ങിയ മുൻനിര കമ്പനികളുമായി തന്ത്രപ്രധാനമായ പങ്കാളിത്തം വരും വർഷങ്ങളിൽ TCSന് വലിയ മൈലേജ് നൽകും. ഇത് വെറുമൊരു IT കമ്പനി എന്നതിലുപരി ഒരു AI ഫസ്റ്റ് കമ്പനിയായി മാറാനുള്ള അവരുടെ ശ്രമത്തെ കാണിക്കുന്നുണ്ട്. ഊർജം, വിഭവങ്ങൾ, യൂട്ടിലിറ്റികൾ എന്നീ വിഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായത്. ഉപഭോക്തൃ ബിസിനസ്, ടെക്നോളജി സേവനങ്ങൾ എന്നിവയും വളർച്ച രേഖപ്പെടുത്തി. എന്നാൽ ബാങ്കിംഗ് മേഖലയിൽ 0.4% നേരിയ വളർച്ച മാത്രമേ ഉണ്ടായുള്ളൂ. വടക്കേ അമേരിക്കൻ വിപണി 2.5% വളർച്ച കൈവരിച്ചപ്പോൾ ഇന്ത്യൻ വിപണിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 23% കുറവുണ്ടായി. 4ാം പാദത്തിൽ അവസാനത്തിൽ ആകെ ജീവനക്കാരുടെ എണ്ണം 5,84,519 ആണ്. ഏപ്രിൽ 1 മുതൽ എല്ലാ ഗ്രേഡുകളിലുമുള്ള ജീവനക്കാർക്കും ശമ്പള വർധനവ് നടപ്പിലാക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. റിസൾട്ട് പ്രഖ്യാപിച്ചതിനോടൊപ്പം തന്നെ ഓരോ ഓഹരിക്കും 31 രൂപ വീതം അന്തിമ ഡിവിഡൻഡ് നൽകാൻ കൂടി കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അനലിസ്റ്റുകളുടെ വ്യൂ നോക്കാം. മിക്ക അനലിസ്റ്റുകളും ഈ ഓഹരിയിൽ തങ്ങളുടെ ശുഭാപ്തി വിശ്വാസം അഥവാ ബുള്ളിഷ് സ്റ്റാൻസ് നിലനിർത്തിയിട്ടുണ്ട്. TCS ഓഹരി നിരീക്ഷിക്കുന്ന 51 അനലിസ്റ്റുകളിൽ 37 പേരും ഓഹരി വാങ്ങാൻ ശുപാർശ ചെയ്യുന്നുണ്ട്. 9 പേരാണ് ഓഹരി ഹോൾഡ് ചെയ്യാനും 5 പേര് സെൽ ചെയ്യാനും നിർദ്ദേശിക്കുന്നു. ഓഹരിയിൽ ബുള്ളിഷ് സ്റ്റാൻസ് പുലർത്തുന്ന അനലിസ്റ്റുകളുടെ അഭിപ്രായം നോക്കാം. കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് TCS ഓഹരികൾക്ക് 3,100 രൂപ ടാർഗറ്റ് വില നിശ്ചയിച്ചുകൊണ്ട് ബൈ റേറ്റിംഗ് നിലനിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ TCS ഓഹരികൾ 19% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇത് മറ്റ് സമാന കമ്പനികളെ അപേക്ഷിച്ച് കുറഞ്ഞ പ്രകടനമാണ്. എന്നാൽ 2027 സാമ്പത്തിക വർഷത്തോടെ ഈ വളർച്ചാ വ്യത്യാസം കുറയുമെന്ന് കൊട്ടക് കരുതുന്നു. കറൻസി മൂല്യങ്ങളിലെ മാറ്റങ്ങൾ കണക്കിലെടുത്ത് ഏർണിംഗ്സ് പെർ ഷെയർ എസ്റ്റിമേഷനിൽ അവർ 3% വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോൾഡ്മാൻ സാക്സ് TCS ഓഹരികൾക്ക് ബൈ റേറ്റിംഗ് നിലനിർത്തുകയും 2,710 രൂപ ടാർഗറ്റ് വില നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. മിക്ക ബിസിനസ് മേഖലകളിലെയും വരുമാന വളർച്ച, പുതിയ കരാറുകൾ, ജീവനക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, നേരത്തെയുള്ള ശമ്പള വർധനവ് എന്നിവയാണ് ഇവർ കാണുന്ന പോസിറ്റീവ് വശങ്ങൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമാന വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ല എന്നത് പോസിറ്റീവായി കാണുമ്പോഴും പുതിയ സാങ്കേതിക വിദ്യകൾക്കായി നടത്തുന്ന നിക്ഷേപങ്ങൾ ലാഭവിഹിതത്തിൽ കുറവുണ്ടാക്കിയേക്കാമെന്നും രാജ്യാന്തര വിപണികളിലെ വളർച്ചാ വേഗത പ്രതീക്ഷിച്ചതിലും കുറവാണെന്നതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു പ്രമുഖ ബ്രോക്കറേജായ CLSA TCS ഓഹരികൾക്ക് ഔട്ട് പെർഫോം റേറ്റിംഗ് നൽകുകയും 2,985 രൂപ ടാർഗറ്റ് വില നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിനേക്കാൾ ഉയർന്ന 6% ഫ്രീ ക്യാഷ് ഫ്ലോ യീൽഡ് കമ്പനി വാഗ്ദാനം ചെയ്തു എന്നതും മറ്റ് IT കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ മൂല്യത്തിൽ ഓഹരി ലഭ്യമാണ് എന്നതുമാണ് CLSAയുടെ അനുകൂല നിലപാടിന് പ്രധാന കാരണം. മറ്റുള്ളവയെ അപേക്ഷിച്ച് ഈ സ്റ്റോക്ക് മികച്ച നേട്ടം നൽകാൻ സാധ്യതയുണ്ടെന്ന് ഇവർ കരുതുന്നു. JP Morgan TCS ഓഹരിക്ക് ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗ് നൽകുകയും 3,150 രൂപ എന്ന ഉയർന്ന ടാർഗറ്റ് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ പക്കലുള്ള പണം അഥവാ ഫ്രീ ക്യാഷ് ഫ്ലോ 80 മുതൽ 100% വരെ ഡിവിഡൻഡായും ഷെയർ ബൈബാക്കായും നിക്ഷേപകർക്ക് തിരികെ നൽകുന്ന കമ്പനിയുടെ രീതി ഓഹരി വില വലിയ രീതിയിൽ ഇടിയാതിരിക്കാൻ ശക്തമായി പിന്തുണ നൽകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. മികച്ച രീതിയിലുള്ള ലാഭവിഹിതവും ക്യാഷ് റിട്ടേണും നൽകുന്നുണ്ടായിട്ടും നിലവിൽ മറ്റ് IT കമ്പനികളെ അപേക്ഷിച്ച് കുറഞ്ഞ വാല്യുവേഷനാണ് TCS ഓഹരിയിൽ നടത്തുന്നത് എന്നത് നിക്ഷേപകർക്ക് അനുകൂലമായ കാര്യമായി ഇവർ വിലയിരുത്തുന്നുണ്ട്. TCS ഓഹരിയുടെ ഭാവിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന അനലിസ്റ്റുകൾ പ്രധാനികളായ ജെഫ്രീസ് അണ്ടർ പെർഫോം റേറ്റിംഗോടെ 2,275 എന്ന ടാർഗറ്റ് വിലയാണ് നിശ്ചയിക്കുന്നത്. ബാങ്കിംഗ് മേഖലയിലെ തളർച്ചയും കരാറുകളിലെ കുറവും കാരണം വരും വർഷങ്ങളിൽ
പ്രതി ഓഹരി വരുമാനത്തിൽ മന്ദഗതിയിലുള്ള വളർച്ച മാത്രമേ ഇവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. സമാനമായ രീതിയിൽ സെൽ റേറ്റിംഗ് നൽകിയിട്ടുള്ള സിറ്റി ഗ്രൂപ്പ് 2450 എന്ന താഴ്ന്ന ടാർഗറ്റ് വില പ്രഖ്യാപിച്ചുകൊണ്ട് വരുമാന വളർച്ചയിലെ കുറവിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായി ഓഹരി വില 2590 എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ഏപ്രിലിൽ മാത്രം 10% വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രണ്ട് ബ്രോക്കറേജ് സ്ഥാപനങ്ങളും വരും ദിവസങ്ങളിൽ ഓഹരി വിലയിൽ കൂടുതൽ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. നിങ്ങളൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ, അതായത് ദീർഘകാല അടിസ്ഥാനത്തിൽ സ്ഥിരമായ വരുമാനവും ഡിവിഡൻഡും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ TCS ഇപ്പോഴും മികച്ച ഒരു പോർട്ട്ഫോളിയോ സ്റ്റോക്ക് തന്നെയാണ്. എന്നാൽ ഹ്രസ്വകാല നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർ വിപണിയിലെ ചാഞ്ചാട്ടങ്ങളും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളും കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്.